ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. മരിയൻസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു സ്നാക്ക് ഐറ്റമാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി. അത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ വീടിനകത്ത് ബ്രെഡ്, മുട്ട ഇത് രണ്ടും ഉണ്ട്. പിന്നെ ക്യാരറ്റ് സ്വാഭാവികമായിട്ട് എങ്ങനെയായാലും ഉണ്ടാവും. ഇച്ചിരി സവാള ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് അത് മാത്രം മതി. അതിനകത്ത് ഇച്ചിരി പൊടികളൊക്കെ ഇപ്പോൾ എന്തായാലും മുളക് പൊടി ഉണ്ടായിരിക്കും, ഉപ്പുണ്ടായിരിക്കും, കായം പൊടി ഉണ്ടായിരിക്കും, പിന്നെ എന്നതാ ഇച്ചിരി കുരുമുളക് പൊടി ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാം, എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ കൂട്ട് റെഡിയാക്കാം, ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ ബൗൾ എന്നാത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മുട്ടയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവാള അങ്ങനെ കുറച്ച് കൂട്ടൊക്കെ ചേർക്കണ്ടേ. അപ്പോൾ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ട് നന്നായിട്ട് പതപ്പിച്ചാലാണ് അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 2 വലിയ മുട്ടയാണ് എടുക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 മുട്ട നിങ്ങൾ എടുക്കുക. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു. പിന്നെ ഞാനിവിടെ ഒരു സവാളേൻ്റെ പകുതിയും ഒരു ക്യാരറ്റിൻ്റെ പകുതിയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബൗളിനകത്ത് കണ്ടോ, സവാളയും ഉണ്ട് ക്യാരറ്റും ഉണ്ട്, രണ്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ മുക്കി എടുക്കുമ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് ഇത് വരും. പീസസ് ആണെന്നുണ്ടെങ്കിൽ വരത്തില്ല. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ എടുക്കുക. അത് ഇതിനകത്തോട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. അത് ഞാനൊരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന മസാലക്കൂട്ടിന് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി, കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര എരിവായി പോകും. അതിന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ കുരുമുളക് പൊടി, അത് എരിവിന് വേണ്ടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഇതിനകത്തോട്ട് കായം പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 ടീസ്പൂൺ എങ്ങാനും മതിയാവും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പൊടികളെല്ലാം ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാലപ്പൊടിയൊക്കെ എക്സ്ട്രാ ചേർക്കാട്ടോ, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം. പാൽ ഇപ്പോൾ ഒഴിക്കേണ്ട, നമ്മളിത് നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാത്രം പാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മുട്ടയും നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ പൊടികളും കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സായിട്ട് വരണം. എന്നിട്ട് ഈ മിക്സിനകത്തിട്ട് വേണം നമ്മുടെ ബ്രെഡ് മുക്കിയെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇതേപോലെ നിങ്ങൾക്ക് ആയി കിട്ടും. അപ്പോൾ ഈ ബാറ്ററിനകത്താണ് ബ്രെഡിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 2-3 ടേബിൾ സ്പൂൺ മാത്രം പാൽ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഈ 2 മുട്ടയ്ക്കകത്തിട്ട് തന്നെ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ബാറ്ററായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞോണം 2-3 ടേബിൾ സ്പൂൺ മാത്രം പാല്, അത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൂടുതൽ നമ്മൾ പാലൊക്കെ ഒഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി പോകും. അപ്പോൾ ബ്രെഡ് മുക്കി പൊരിക്കുമ്പോൾ ഈ മുട്ടേൻ്റെയോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒന്നും വരത്തില്ല. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മിൽക്കിൻ്റെ ബ്രെഡോ അല്ലെങ്കിൽ വീറ്റിൻ്റെ ബ്രെഡോ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് സ്ലൈസ് ആക്കണം. ഞാനിപ്പോൾ ഒരു 8 ലോഫ് ബ്രെഡ് ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സ്ലൈസ് ആക്കാം. സ്ലൈസ് ആക്കുമ്പോൾ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ബ്രെഡ് എന്ത് വെച്ച് ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ ഈ ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ ബ്രൗൺ കളർ ഈ അരികത്തൊക്കെ ഉള്ളത് ഇതങ്ങ് മുറിച്ച് മാറ്റുകയാണ് ചെയ്യുക. പക്ഷേ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ഇത് മുറിച്ച് മാറ്റേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്തല്ലേ, വെളിച്ചെണ്ണയ്ക്ക് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് മുറിച്ച് മാറ്റേണ്ട. അതേപോലെ തന്നെ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ ഉള്ളിലത്തെ വൈറ്റ് മാത്രമല്ല, അത് ഭയങ്കര സോഫ്റ്റ് ആകും ഇതിൻ്റെ നേരത്ത് മുക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അത് മുക്കേണ്ട. അതിന് പകരം ഇത് കറക്റ്റ് ഞാൻ സെൻറ്റർ മുറിക്കുകയാണ് കേട്ടോ. സെൻറ്റർ മുറിച്ച് 2 പീസാക്കാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇതിന് ഈ ബാറ്ററിനകത്തിട്ട് മുക്കി പൊരിക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യണോണം ഒരു നൈഫ് എടുത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മുറിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോണോട് കോൺ വെച്ചിട്ട് മുറിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പം ഞാനിപ്പോൾ സെൻറ്റർ ഭാഗം മുറിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ബ്രൗൺ ഷെയ്ഡ് ഒരിക്കലും മുറിച്ച് കളയരുത്. കളഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് ആവും. നിങ്ങൾ ഈ ബാറ്ററിൽ മുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് സെൻറ്റർ ഭാഗം മുറിച്ച് 2 പീസാക്കി വെക്കുകയാണ്. ഇനി ഇത് നമ്മുടെ ഈ ബാറ്ററിനകത്ത് മുക്കിയിട്ട് അപ്പോൾ തന്നെ നേരിട്ട് എണ്ണയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ അങ്ങ് നീക്കി വെച്ചിട്ട്
ഇതിനകത്ത് മുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കുക, ഒരു ഭാഗം മാത്രം നിങ്ങൾ ആദ്യം മുക്കുക, എന്നിട്ട് മറ്റേ ഭാഗത്ത് നന്നായിട്ട് ഈ കൂട്ടുണ്ടല്ലോ അതങ്ങ് തേച്ച് പിടിപ്പിക്കുക. ചിലപ്പോൾ ഇത് മുക്കിയെടുക്കുമ്പോൾ ഈ ക്യാരറ്റൊക്കെ കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഭാഗം പതുക്കെ ഒന്ന് മുക്കിയിട്ട് മറ്റേ ഭാഗം മുക്കുമ്പോൾ കറക്റ്റ് ക്യാരറ്റൊക്കെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് കറക്റ്റാക്കി എടുക്കാം. ഇനി നമ്മുടെ എണ്ണയിലോട്ട് ഇത് നമുക്ക് ഇട്ടിച്ചും കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ ബ്രെഡ് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. സ്റ്റവ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ബ്രെഡ് ഇട്ട് കൊടുക്കാൻ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ കൂട്ടെല്ലാം ഇങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ വിട്ട് പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ അത് വിട്ട് പോരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ പീസസ് എല്ലാതും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നതേ മോഡലിൽ ചെയ്യുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബ്രെഡിൻ്റെ പീസ് എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു മീഡിയമിൽ വെച്ചോളൂ കേട്ടോ. പിന്നെ ബ്രെഡ് പെട്ടെന്ന് ആവും കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് എണ്ണ നല്ല ചൂടല്ല, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിഭാഗമൊക്കെ പെട്ടെന്ന് ആവും. അപ്പോൾ പെട്ടെന്ന് തന്നെ മറിച്ചിടുക. മറിച്ചിടുമ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എടുത്തിട്ട് മറിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കരിഞ്ഞു പോവരുത്. നമ്മൾ സവാളയൊക്കെ ചേർത്താണ്, കാരണം എണ്ണയിലിട്ട് നമുക്കറിയാം പെട്ടെന്ന് സവാള കരിഞ്ഞു പോവും നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസിന്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്ക് ഐറ്റത്തിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. സവാളയൊക്കെ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി കയ്പ്പ് ടേസ്റ്റൊക്കെ സവാളിൻ്റെ അതിന് വരും. പിന്നെ ഇത് വേവാനായിട്ട് അധികം സമയം വേണ്ട. കൂടി വന്ന 3-4 മിനിറ്റ് മതി. അപ്പോഴേക്കും ഇതിൻ്റെ കളറെല്ലാം മാറി തുടങ്ങും. ഇതിൻ്റെ രണ്ട് സൈഡും ഇതേമാതിരി നല്ല കളർ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബ്രെഡ് പീസസും ഞാൻ പറഞ്ഞ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ബ്രെഡ് പീസസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ കൂട്ടുണ്ടാക്കിയ സമയത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഏലക്കായൻ്റെ പൊടി, നമ്മളിപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഏലക്കായൻ്റെ പൊടി ചേർക്കാറില്ല, അതേമാതിരി ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. എങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. മുട്ടയും ക്യാരറ്റൊക്കെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. ആ സമയം നിങ്ങൾ ഇതേമാതിരിയൊക്കെ ചെയ്ത് സ്നാക്കാക്കി കൊടുത്തു വയ്ക്കാൻ അവരത് കഴിച്ചോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതേമാതിരി തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ബ്രെഡിൻ്റെ മേലെയൊക്കെ ക്യാരറ്റിൻ്റെ ആ ഒരു ഗ്രേറ്റ് ചെയ്തതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക്, റിലേറ്റീവ്സിനും, കസിൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സ്നാക്ക് ഐറ്റം അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഏതെങ്കിലും റെസിപ്പി ആയിട്ട് നമുക്ക് തീർച്ചയായും കാണാം.